എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മൾ വയനാട്ടിൽ ഭംഗിയുള്ളൊരു ഗ്രാമമുണ്ട്. ഭംഗിയുള്ളൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദേശികൾ വരുന്ന, ഒരുപാട് നമ്മളെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വരുന്ന, ഒരുപാട് സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള, അതായത് സർക്കാരിൻ്റെ രേഖകളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഭംഗിയുള്ളൊരു ഗ്രാമമുണ്ട്, ചേകാടി. ചേകാടി എന്ന് പറയുന്നത് നമ്മളെ പുൽപ്പള്ളിയിൽ നിന്നും പോവാം, മാനന്തവാടിയിൽ നിന്നും വരാം. രണ്ട് സ്ഥലത്തു നിന്നും ഒരു 7-8 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ചേകാടി എന്ന് പറയുന്ന ഒരു ഗ്രാമം കിടക്കുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു 2 ഏക്കർ ലാൻഡ് ഉണ്ട്. ആ ലാൻഡിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അത് കൂടാതെ ആ ഗ്രാമം നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം കവർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും കാണുക. സ്ഥലം വേണ്ടവരും വേണ്ടാത്തവരും ഒക്കെ ആ വീഡിയോ കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഭാവിയിൽ പോകാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ ആണത്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകതകളൊക്കെ കിട്ടും. മാക്സിമം എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക. ലാൻഡിൻ്റെ വില സെൻറ്റിന് 40,000 രൂപയാണ് അവർ ആസ്കിങ് റേറ്റ്. അവിടെ അത്യാവശ്യം മാർക്കറ്റുള്ള ഏരിയ ആണ്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടെ, നമ്മളെ വേദനിപ്പിക്കുന്ന വലിയൊരു ദുരന്തം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് നമ്മളെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ചൂരൽമല ഭാഗമാണ്. അതായത് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 ഈ ഒരു 3 വാർഡിലാണ് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. വയനാട് മൊത്തം ലാൻഡ് സൈഡ് എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്. വയനാട് മൊത്തം എവിടെയും അഫക്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ചെറിയൊരു ഭാഗം സംഭവം വലിയൊരു ദുരന്തമാണ്. നമ്മളെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തകരുന്നൊരു രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താ വെച്ചാൽ, വയനാട് മൊത്തം ലാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നുണ്ട്. നമ്മൾ വയനാട്ടിലെ ഒരുപാട് 90% ആൾക്കാരും ടൂറിസം ബേസ് ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് കുറേ കാലമായിട്ട്. അപ്പോൾ അത് നമ്മളെ ആൾക്കാരെ വരാതിരിക്കുമ്പോൾ നമുക്കത് അടുത്തൊരു ദുരന്തത്തിലേക്ക് വയനാടിനെ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, അറിയുന്ന ആൾക്കാരോടൊക്കെ പറയുക. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ദുരന്തം വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഈ യാത്ര തന്നെ ഒരു ഭയങ്കര റീഫ്രഷ് കിട്ടും നമുക്ക്. ഫുള്ള് ഫോറസ്റ്റാണ്, ഫോറസ്റ്റ് കൂടെയുള്ള യാത്രയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറേ തേക്കിൻ കാടുകളാണ്, ഫോറസ്റ്റിൽ വരുന്നതാണ്. പിന്നെ ഈ റൂട്ട് ബസ് ഉണ്ട് കേട്ടോ. പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിക്ക് പ്രൈവറ്റ് ബസ് ഉണ്ട്, KSRTC ഉണ്ട്, ബസ് റൂട്ടാണ്. ബസ്സിൽ പോകുന്നതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളായിരിക്കും, നമുക്ക് ലോങ് വ്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു ഭംഗിയാണ് ചേകാടിക്കുള്ള യാത്ര. ഏതാണ്ട് ഇതൊരു 10 കിലോമീറ്ററോളം ഉണ്ട് പുൽപ്പള്ളിയിൽ നിന്ന്. നമ്മളെ മാനന്തവാടിയിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു 10-12 കിലോമീറ്ററിൽ മാനന്തവാടിയിൽ നിന്ന് എത്താം. കാട്ടിക്കുളത്തു നിന്നാണ് കുറച്ചുകൂടെ എളുപ്പം. കാട്ടിക്കുളത്തു നിന്ന് ഒരു 7 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ചേകാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്താം. ചേകാടീൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ 3 സൈഡ് ഫോറസ്റ്റാണ്, ഒരു സൈഡ് കബനിപ്പുഴയാണ്. അപ്പോൾ നമ്മൾ ഏത് സൈഡ് പോവുകയാണെങ്കിലും നമുക്ക് ഫോറസ്റ്റ് കടന്ന് വേണം പോകാൻ. അതാണ് ഈ നാട്ടിലേക്കുള്ള യാത്രേൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും. ഫാമിലിയൊക്കെ ആയിട്ട് ഈ വഴിക്കൊന്ന് വരാം, കാണാൻ പറ്റുന്ന നല്ല ഭാഗങ്ങളാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ബസ്സാണ് വരുന്നത്, നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചേകാടിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. ചേകാടി എന്ന് പറയുന്ന ഗ്രാമം അന്താരാഷ്ട്ര തലത്തിൽ വരെ അറിയപ്പെടുന്ന ഒരു തനി വയനാടൻ പാരമ്പര്യ ഗ്രാമമാണ്. അതായത് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഗ്രാമമാണ്. 165 ഏക്കറോളം നെൽകൃഷി നടത്തുന്ന ഒരു ഗ്രാമമാണ്. ഈ നെൽകൃഷി എന്ന് പറയുന്നത് നമ്മളെ പല നെൽവിത്തുകളും അന്യം നിന്ന് പോയത് കംപ്ലീറ്റ് ഇവർ കൃഷി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മളെ ഗന്ധകശാല, ജീരകശാല, ഇതൊക്കെ വയനാടിൻ്റെ തനത് നെൽവിത്തുകളാണ്. ഇതൊക്കെ ഇവർ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ പാരമ്പര്യമായിട്ടുള്ള കൃഷിയാണ്. അതായത് നമ്മളെ 2023-24 സമയത്ത് ഈ ജൈവ കൃഷിയിൽ സർക്കാർ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ചേകാടിക്കാണ് കിട്ടിയത്. അതായത് ഇവർ കംപ്ലീറ്റ് ജൈവ കൃഷിയാണ് നടത്തുന്നത്. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെ നിങ്ങളെ എല്ലാ ഭാഗങ്ങളും കൊണ്ടുപോയി കാണിച്ചു തരും. ഇവിടുത്തെ കുറച്ച് ജനങ്ങൾ ടൂറിസ്റ്റ് ഗൈഡുകളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ വയലുള്ള ഭാഗങ്ങളിലൊക്കെ എത്തി. നമ്മളിപ്പോൾ ചേകാടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ണെത്താ ദൂരത്തോളം നെൽകൃഷിയാണ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നെൽകൃഷി തന്നെയാണ് കേട്ടോ. ഒരുപാട് വയലുള്ളതുകൊണ്ട് നെൽകൃഷി ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവർ ഒരു വയലും നികത്തില്ല, ഒരു വയലും നികത്തിയും വീടെടുക്കില്ല. നിലവിലുള്ള കര മാത്രം ഇവർ താമസിക്കാൻ ഇതാക്കി നിൽക്കുകയാണ്. ഒരു ഏറുമാടം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ വരുന്ന എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാം.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഗ്രാമമാണ്. ഞാനിപ്പോൾ നിർത്തിയിട്ട സ്ഥലത്തു നിന്നൊന്ന് സൂം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോങ്ങിലൊരു വീട് കാണുന്നുണ്ടാവും. ഇത് പുല്ലുമേഞ്ഞ വീടാട്ടോ. നമ്മളെ വയനാടൻ ചെട്ടി സമുദായം അവർ പണ്ട് മുതലേ പുല്ലുമേഞ്ഞ വീടാണ് ഉപയോഗിക്കുന്നത്. അവർ ഈ ഒരു മോഡേൺ കാലഘട്ടത്തിലും അവർക്ക് ഫിനാൻഷ്യലിയൊക്കെ ഇവരൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. എങ്കിൽ കൂടിയും അവർ ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പുല്ലുമേഞ്ഞ വീടുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ പോവാം. ആ വീടുകളിലൊക്കെ അത്യാവശ്യം നമുക്ക് താമസിക്കാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചേകാടി പാലാണ്. ഇതിപ്പോൾ അടുത്ത് സർക്കാർ പുതുതായിട്ട് ചെയ്തതാണ്. നിലവിലുള്ള പാലം പൊളിച്ച് പുതിയ പാലം ചെയ്തതാണ്. വലിയൊരു പാലാട്ടോ. ഈ പാലത്തിൻ്റെ അടിയിൽ പോകുന്ന നദി കബനിയാണ്. ഈ പാലം കഴിഞ്ഞ് നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പാൽ വെളിച്ചം ആ വഴി നമുക്ക് കാട്ടിക്കുളം എത്താം. കുറുവാദ്വീപിലോട്ട് ഇവിടുന്ന് ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്ററേ ഉള്ളൂ. കുറുവാദ്വീപ് വളരെ അടുത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് റിസോർട്ടുകൾ നല്ല രീതിയിൽ പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് റിസോർട്ടുകളുണ്ട്. റിസോർട്ടിൻ്റെ ബോർഡൊക്കെ നിങ്ങൾ കാണണ്ടാവും. നമുക്ക് ഈ വലത്തോട്ടുള്ള റോഡിലാണ് നമ്മൾ ലാൻഡ് കിടക്കുന്നത്. ഇത് കബനിപ്പുഴ. കബനിപ്പുഴ എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതയുള്ള പുഴയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പോൾ അത് അത്യാവശ്യം നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നുണ്ട്. മഴയല്ലേ. അപ്പം നമ്മൾ വന്ന പാലാണിത്. അപ്പോൾ ഈ ഒരു കാഴ്ചയും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനൊരു വയൽ കുറച്ച് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്താണ്. ഇതങ്ങനെ ഒരുപാട് ലോങ്ങിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ വയൽ കംപ്ലീറ്റ് നെൽകൃഷി തന്നെ. നമ്മൾ ഈ അപ്പുറത്ത് കാണുന്ന മലയൊക്കെ കർണാടകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ചേകാടി കഴിഞ്ഞാൽ പിന്നെ ബാവലിയാണ്. ബാവലി അതിരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ്. ഈ ഭാഗത്തുള്ള കബനീൻ്റെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. കബനി ഏറ്റവും വലുപ്പത്തിൽ ഒഴുകുന്നൊരു ഭാഗമാണ് ഈ ചേകാടി ഗ്രാമം. നമ്മൾ ആ ഒരു കാടൊക്കെ കാണുന്നുണ്ട്. ആ കാടിൻ്റെ അപ്പുറത്തും കബനി പുഴ തന്നെയാണ്. അത് ചെറിയൊരു തുരുത്ത് പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെയൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. നമുക്കിനി ഇവിടുന്ന് നമ്മളെ ലാൻഡിലോട്ട് പോവാം. ഈ ഒരു പുഴയുടെ തീരത്തുനിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മളെ ലാൻഡ് കിടക്കുന്നത്. നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വന്ന വഴിയാണ് ഇപ്പം നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മൾ ഇവിടുന്ന് വലത്തോട്ടാണ് പോകുന്നത്. ഈ സൈഡൊക്കെ വയലാണ്. അത്യാവശ്യം ജനവാസമുള്ളൊരു ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ലാൻഡിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. കാരണം ലാൻഡ് വളരെ കുറവാണ്. ഇവിടെ ചുറ്റും വനമാണ്. നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഫോറസ്റ്റ് അതിരൊന്നുമില്ല കേട്ടോ. ഈ ഗ്രാമത്തെ ചുറ്റിയാണ് വനമുള്ളത്. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് റോഡ് നമ്മളൊരു 200-250 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഏരിയയിലെത്തും. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വന്ന വഴി. നമ്മൾ ഇവിടുന്ന് ഈ ഒരു വഴിക്കാണ്. ഇതൊരു മണ്ണ് റോഡാണ്. വണ്ടികൾ പോകും കേട്ടോ. വണ്ടികളൊക്കെ പോവും. ഞാൻ ആ റോഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്. ഈ മണ്ണ് റോഡാണ് നമ്മളെ ലാൻഡിലോട്ട് പോകുന്നത്. അത്യാവശ്യം എൻ്റെ ഈ വലത് സൈഡ് വീടുകളൊക്കെ ഉണ്ട്. ജനവാസമുള്ള ഏരിയ ആണ്. കൃഷിക്കാരാണ് ഭൂരിപക്ഷവും. പിന്നെ കുറച്ച് റിസോർട്ടുകളും. അങ്ങനെയാണ് ചേകാടി ഇപ്പം നിലവിലുള്ള അവസ്ഥ. അപ്പോൾ ഈ മണ്ണ് റോഡ് ഒരു 250 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇടത് സൈഡാണ് നമ്മളെ ലാൻഡ്. അപ്പോൾ ഈ റോഡ് ജസ്റ്റ് നിങ്ങളെ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാണിച്ചത്. നമ്മളിപ്പോൾ നമ്മളെ ലാൻഡിലെത്തിയിട്ടുണ്ട്. ഈ ലാൻഡ് കാലിയായിട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കൃഷി ഇപ്പം നിലവിൽ ചെയ്യുന്നില്ല. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഐഡിയയിൽ നമ്മളെ ഐഡിയ പ്രകാരം കൃഷി വേണമെങ്കിൽ കൃഷി ചെയ്യാം. ഒരു ഫാം റിസോർട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നല്ലൊരു റിസോർട്ടായിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും ടൂറിസ്റ്റുകൾ നന്നായിട്ട് വരുന്നൊരു ഏരിയയാണ്. നമുക്കൊരു വർത്തായിരിക്കും ഈ ഒരു നാട്ടിൽ നമുക്കൊരു ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന നല്ലൊരു ഭൂമിയാണ്. നല്ല ക്ലൈമറ്റാണ്. നല്ലൊരു ഗ്രാമമാണ്. നല്ല ജൈവ കൃഷിയാണ്. നമുക്ക് നെല്ല് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ആ കാണുന്ന മരങ്ങളാണ് അതിൻ്റെ അതിര്. ഈ ലാൻഡിലൊന്നുമില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങളെന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വിളിക്കുക. ഈ ഒരു ഗ്രാമം നിങ്ങൾ സന്ദർശിക്കുക. വയനാട്ടിലെ ചേകാടി അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. കുട്ടികളൊക്കെ കൂട്ടി ഒന്ന് കാണിക്കുക. ഈ ലാൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വിളിക്കുക. നെഗോഷ്യബിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിലയിൽ നിന്ന്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.